blessing today. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ആഴ്ചയിലെ 3-ാമത്തെ എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. ഈ എപ്പിസോഡുകളുടെ പിറകിൽ നമുക്ക് അനുഗ്രഹമായി തീർന്നവർക്ക് വേണ്ടി ആദ്യമേ തന്നെ നമുക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയുണ്ട്. കണ്ണുകൾ അടച്ച് നമുക്ക് ഒരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള മാത്യു വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണല്ലോ കർത്താവെ. ദൈവമേ, അദ്ദേഹം തുടങ്ങിയിരിക്കുന്ന പുതിയ ബിസിനസ്സിനെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും അങ്ങ് കൊടുക്കണമേ. മുംബൈയിൽ നിന്നുള്ള ബാബു ആൻഡ് ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേരളയിലുള്ള കർത്താവെ, അവരുടെ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ ശരിയായ രീതിയിൽ നല്ല വിലയ്ക്ക് വിൽപ്പന നടക്കുവാനായി അങ്ങ് അത്ഭുതം ചെയ്യണമേ. മീററ്റിൽ നിന്നുള്ള TS ജോണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. മക്കൾ ജോജി ജോണിനും ജിജോയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങൾ ജോലിയിൽ അങ്ങ് നൽകണമേ. മുളന്തുരുത്തിയിൽ നിന്ന് ജിജോ പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഒരു നല്ല ജോലി വിദേശത്ത് അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നെടുമ്പുറത്ത് നിന്ന് ബോബി ഫ്രാൻസിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാര്യ അഞ്ജുവിന് കർത്താവെ, പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു ജോലി ലഭിക്കുവാനായി അങ്ങ് അത്ഭുതം ചെയ്യണമേ. അങ്ങയുടെ കൈകളിലേക്ക് ഇവരെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പിറകിൽ അനുഗ്രഹമായി തീർന്നതിന് ഈ വ്യക്തികളോട് എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി ബ്ലെസ്സിങ് ടുഡേയുടെ പേരിൽ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വടകര ഡിസംബർ 18 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ വടകര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഷൊർണൂർ ഡിസംബർ 19 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മയിൽ വാഹനം ഓഡിറ്റോറിയം, ഷൊർണൂർ. ഇവർക്ക് വിവാഹത്തിന് ശേഷം ഏകദേശം 6 വർഷത്തോളം കുട്ടികളുണ്ടായിരുന്നില്ല. അതിന് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. സഹോദരന് കൗണ്ടിൻ്റെ കുറവുണ്ടായിരുന്നു. ഇവരിതിന് വേണ്ടിയിട്ട് സഹോദരിക്കൊരു IUI എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഇൻഫെർട്ടിലിറ്റി ആ ട്രീറ്റ്മെൻറ്റ് 7 പ്രാവശ്യം ചെയ്തിട്ട് അതൊരു വേറൊരു രോഗമായിട്ട് മാറി. അതായത് ഈ അണ്ഡം കൂടുതലായിട്ട് വർദ്ധിക്കുന്ന ഒരു അസുഖമായിട്ട് മാറി. അപ്പോൾ ഇതിനൊക്കെ ഈ ട്രീറ്റ്മെന്റിന് ഒത്തിരി പൈസ ചെലവായോ? ഇതിന് ചെലവായി ഏകദേശം 5 ലക്ഷത്തോളമായി. 5 ലക്ഷം രൂപയോളം ഈ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെലവായി. എന്നിട്ട് ഇത്രയും രൂപ ഇവർ ചെലവാക്കിയിട്ട് ഇവർ IVF ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അതിനു വേണ്ടി സജസ്റ്റ് ചെയ്തിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് സഹോദരിക്കും സഹോദരനും പ്രശ്നമുള്ളതുകൊണ്ട് സാധ്യത വളരെ കുറവാണ്, ഒട്ടും തന്നെ സാധ്യതയില്ല. എന്നിട്ടും ഇവർ ആ ഒരു IVF ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇവർ ട്രൈ ചെയ്തു. ആ സമയത്ത് കഴിഞ്ഞ 2014 സെപ്റ്റംബർ മാസം TV പ്രോഗ്രാമിലൂടെ ഷെമ സിസ്റ്ററാണ് അന്നത്തെ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഷെമ സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഷെമ സിസ്റ്റർ ഇപ്രകാരം പറഞ്ഞു, പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടും പരാജയപ്പെട്ടതിനെ തുടർന്ന് ട്രീറ്റ്മെൻറ്റ് പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുന്ന ദമ്പതികൾക്ക് 1-ലധികം കുഞ്ഞുങ്ങൾ ലഭിക്കുന്നതായി കർത്താവ് കാണിക്കുന്നു എന്ന് ഷെമ സിസ്റ്റർ പറഞ്ഞു. കുഞ്ഞുങ്ങളില്ലാത്ത ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നതായി കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ ഒരു വലിയ മാറ്റമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ചില ട്രീറ്റ്മെൻറ്റുകളൊക്കെ IVF തുടങ്ങിയുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തി പരാജയപ്പെട്ട് വീണ്ടും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഇനി അത് പരാജയപ്പെടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ കാണുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ അല്ല പല കുഞ്ഞുങ്ങളെ കർത്താവ് നൽകാനായി പോവുകയാണ്. ആ 30-ാം തീയതി ഇവർ ആ ചെക്കപ്പിൽ ഈ സഹോദരി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. അതിനുശേഷം ഒക്ടോബർ മാസം എത്തിയപ്പോഴാണ് ഈ കുട്ടി ഒന്നല്ല 2 കുട്ടികൾ തൻ്റെ ഉദരത്തിൽ വളരുന്നുവെന്ന് ഇവർ അറിഞ്ഞത്. ആരോഗ്യമുള്ള 2 കുട്ടികളെ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ കർത്താവ് അവർക്ക് കൊടുത്തു. കുഞ്ഞിനെയും കിട്ടി. ഇത് ഭയങ്കര ലാഭമാണ്. കാരണം ഒറ്റതിൽ തന്നെ ഒരു ആൺകുഞ്ഞിനെയും കിട്ടി, ഒരു പെൺകുഞ്ഞിനെയും കിട്ടി. യൂണിഫോമിലാണ് 2 പേരും, മഞ്ഞ യൂണിഫോമിൽ പട്ടാളമായിട്ട് ഇറങ്ങിയേക്കുക. ഹല്ലേലൂയ. എന്താണ് ഇത് കിട്ടിക്കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് പറയാനുള്ളത്? സന്തോഷമാണോ? സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണോ? ഇരട്ടി മധുരം എന്ന് കേട്ടിട്ടുണ്ട്, അതുപോലെ ഇരട്ടി സന്തോഷമാണ്. ഹല്ലേലൂയ. കാരണം കുടുംബത്തിൻ്റെ അന്തരീക്ഷം മാറുകയാണ്. 6 വർഷത്തെ ശൂന്യത
ഓരോ ട്രീറ്റ്മെൻറ്റിന് ശേഷം പൈസ മുടക്കി ഇത് ശരിയാകും എന്ന് വിചാരിച്ചു. പക്ഷെ അവസാനം 2 എണ്ണം ഒരുമിച്ച് ആ വീട്ടിലേക്ക് വരുമ്പോഴുള്ള കലവില ശബ്ദവും കരച്ചിലും സന്തോഷവും എല്ലാം കൂടി ഒന്ന് ആലോചിച്ച് നോക്കാം. ഇങ്ങനെയാ കർത്താവ് കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നത്. കുശുമ്പും അസൂയയും ഇല്ലാത്തവർ കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറ. അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാം. ഹല്ലേലൂയ. കർത്താവെ, അങ്ങ് കൊടുത്ത വളരെ സ്മാർട്ടായ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരനുഭവിച്ച എല്ലാ വേദനകൾക്കും പകരമായി കൊടുത്ത ഇരട്ടി സന്തോഷത്തിനായി നന്ദി. മാത്രമല്ല, ഈ സാക്ഷ്യം കാണുന്നവരുടെ ജീവിതത്തിൽ മഹാത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നേരിടും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ട്. രോഗത്തിലും നീ മാത്രമേ എത്ര പേർ പറയും നീയാണ് എൻ്റെ ഡോക്ടർ, ഫാമിലി ഡോക്ടർ. മറ്റാരെയും ഞാൻ കാണുന്നില്ല. Ephesians chapter 5 verse number 20 says, എഫേസ്യർക്ക് ലേഖനം 5-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വചനം, always giving thanks to God the Father for everything in the name of our Lord Jesus Christ. അവിടെ നാം കാണുന്നു, എല്ലാറ്റിനും പിതാവാം ദൈവത്തിന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ടിരിപ്പീൻ. Come on, lift your hands and thank. ഒരിക്കൽ കൂടെ കൈകൾ ഉയർത്തി എല്ലാറ്റിനും സകലത്തിനും വേണ്ടി ക്രിസ്തുയേശുവിന് നന്ദി പറയാമോ? For everything. എല്ലാറ്റിനും. For the breath that we have in our nostrils. നമ്മുടെ മൂക്കിലൂടെ നാം എടുക്കുന്ന ശ്വാസത്തിന്. For the water that we drink. നാം കുടിക്കുന്ന വെള്ളത്തിന്. For the dress that we wear. നാം ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്. Thank him. Hallelujah. നന്ദി കർത്താവേ. Hallelujah. Hallelujah. Put your hands down. കൈകൾ താഴെ ഇടാമോ? Philippians chapter 4 verse number 6 says, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനം പറയുന്നു, do not be anxious about anything, but in everything by prayer and petition with thanksgiving present your request to God. ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടരുത്, എല്ലാറ്റിനും
പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ നന്ദിയോടുകൂടെ ദൈവത്തിന് സമർപ്പിക്കുക അത്രേ വേണ്ടത്. Thanklessness is the opposite of thankfulness. ഓർക്കുക, നന്ദി പ്രകാശനത്തിന്റെ നേരെ എതിരാണ്, വിപരീതമാണ് നന്ദിയില്ലായ്മ. And from that comes murmuring, grumbling, complaining, etc. ഈ നന്ദിയില്ലായ്മ നിമിത്തം പിറുപിറുപ്പും മുറുമുറുപ്പും പരാതികളും ഒക്കെ In ഉണ്ടാവുകയാണ്. the Old Testament, God judged the people of Israel when they grumbled and murmured against God. പഴയ നിയമത്തിൽ ദൈവത്തിനെതിരെ പിറുപിറുത്ത മുറുമുറുത്ത ഇസ്രായേൽ മക്കളോട് ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം. God judged them. ദൈവം അവരെ ന്യായം വിധിച്ചു. When you read Psalm 107, 107 സങ്കീർത്തനം നാം വായിച്ചാൽ it's a beautiful long song written giving thanks to the Lord for different people groups who enjoy deliverances in different occasions of life. അവിടെ നാം കാണുന്നത് ഒരു മനോഹരമായി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്ന വിവിധ ജനവിഭാഗങ്ങൾ, വിവിധ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടുള്ളവർ ഒക്കെ ദൈവത്തെ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് 107 സങ്കീർത്തനം. Actually, that was written when God delivered them from Babylonian captivity. സത്യത്തിൽ ആ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് ബാബിലോണ്യ അടിമത്വത്തിൽ നിന്ന് ദൈവം അവരെ രക്ഷിച്ചെടുത്തപ്പോഴാണ്. How many of you know that we were also delivered from some captivity? നിങ്ങളിൽ എത്ര പേർക്ക് ഇതുപോലെ തന്നെ ചില അടിമത്വത്തിൽ നിന്നാണ് ദൈവം എന്നെ രക്ഷിച്ചത് എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്? Some of us were delivered from addictions. ചില ആളുകളൊക്കെ ദുശീലത്തിന്റെ അടിമത്വത്തിൽ നിന്ന് പുറത്തു വന്നവരാണ്. Drinking, smoking and many other sins. പുകവലി, മദ്യപാനം തുടങ്ങിയുള്ള ദുശീലങ്ങൾ. Psalm 103, first 1, 2, 3, 4 verses say, സങ്കീർത്തനം 103 1, 2, 3 തുടങ്ങിയുള്ള വചനങ്ങളൊക്കെ പറയുന്നത്, Bless the Lord, O my soul, and forget not his benefits. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. One day, a man was diagnosed with throat cancer. ഒരിക്കൽ ഒരു മനുഷ്യൻ തനിക്ക് തൊണ്ടയിൽ ക്യാൻസർ ആണ് എന്നുള്ള കാര്യം അറിഞ്ഞു. And because of radiation and chemotherapy, കീമോതെറാപ്പിയും അതുപോലെ റേഡിയേഷൻ നിമിത്തമായിട്ട് he lost the taste of his tongue. തന്റെ വായുടെ രുചി തനിക്ക് നഷ്ടമായി പോയി. But one day he waited, 1 week he waited, 1 month he waited, it did not come back. ഒരു ദിവസം കാത്തിരുന്നു, ഒരാഴ്ച കാത്തിരുന്നു, ഒരു മാസം കാത്തിരുന്നു, പക്ഷെ ആ രുചി തനിക്ക് തിരിച്ചു കിട്ടിയില്ല. He could never enjoy any taste of any food. ഒരു ഭക്ഷണത്തിന്റെ രുചി എന്താണെന്ന് തന്റെ രസമുകുളങ്ങളിൽ തനിക്ക് മനസ്സിലാകാതെ പോയി. His wife and his children had to forcibly feed him so that the life may be sustained. എന്നാൽ തന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി തന്റെ ഭാര്യയും മക്കളും തന്നെ ബലപ്രയോഗം നടത്തി തന്നെ ഭക്ഷണം കഴിപ്പിക്കുമായിരുന്നു. Many months passed away. ഒത്തിരി മാസങ്ങൾ കഴിഞ്ഞുപോയി. One day ഒരു ദിവസം he was at the dinner table. ഒരു ദിവസം താൻ അന്ന് അത്താഴം കഴിക്കുന്ന സമയത്താണ്. That day also he was very reluctant to eat. അന്നും സത്യത്തിൽ താൻ ഭക്ഷണം കഴിക്കാൻ വളരെ വിമുഖത കാണിച്ചു. Wife and children as usual forced him to eat. പതിവ് പോലെ തന്നെ ഭാര്യയും മക്കളും തന്നെ ഭക്ഷണം കഴിക്കുവാനായി നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. He took the first morsel of food and put it on the tongue. താൻ ആദ്യമേ തന്നെ ഒരു അല്പം ഭക്ഷണം എടുത്ത് തന്റെ നാവിലേക്ക് എടുത്തു വെച്ചു. He realized one thing. താൻ ഒരു കാര്യം മനസ്സിലാക്കി, Taste has come back. തന്റെ രുചി മടങ്ങി വന്നിരിക്കുന്നു. That was the night, first time in his life, he said, "Thank you God for this taste." ആ ദിവസമായിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ട് ദൈവമേ നീ എനിക്ക് രുചികരമായത് തന്നതിന് നന്ദി എന്ന് താൻ പറഞ്ഞത്. Even before he was a cancer patient, he used to enjoy food. ഒരു ക്യാൻസർ പേഷ്യന്റ് ആവുന്നതിന് മുൻപ് താൻ ഭക്ഷണം ആസ്വദിച്ചിരുന്ന വ്യക്തിയാണ്. But he had never thanked God for that taste. എന്നാൽ ദൈവം നൽകിയിട്ടുള്ള രുചികരമായ ഭക്ഷണത്തിന് അതിനു മുൻപ് ഒരിക്കലും താൻ നന്ദി പറഞ്ഞിട്ടില്ലായിരുന്നു. But that day, എന്നാൽ ആ ദിവസം he had lost the taste and he had regained it. നോക്കൂ, ചില ദിവസങ്ങളിലേക്ക് മാസങ്ങളിലേക്ക് രുചി നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. Now he knew the value of taste buds. ഇപ്പോൾ തനിക്ക് തന്റെ രസമുകുളങ്ങളുടെ വില എന്താണെന്ന് തനിക്ക് മനസ്സിലായി. We are also
many times like this. നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയാണ്. We enjoy a lot of blessings. നമ്മൾ ഒത്തിരി നന്മകൾ അനുഭവിക്കുന്നവരാണ്. Everybody has tongue, everybody has taste, and if there is any chance we will complain about food. എല്ലാവർക്കും നാവുണ്ട്, എല്ലാവർക്കും രുചിയുണ്ട്, അതിങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാത്രം പറയും. Hallelujah. Hallelujah. If we lose something, we will value it more. ഓർക്കുക, എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴാണ് സത്യത്തിൽ അതിന്റെ വില നാം യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്. Hello. So always there should be some reference point to our past so that we can thank the Lord. അതുകൊണ്ട് എല്ലായ്പ്പോഴും കഴിഞ്ഞ നാളുകളിൽ നിന്ന് ഈ കാലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവന്ന ചില കണക്കുകൾ കർത്താവിന് നന്ദി കരയറ്റാനായിട്ട് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കും. Once I was walking. ഞാൻ നടന്നു. Then the Lord gave me a bicycle. അതിനുശേഷം ദൈവം എനിക്കൊരു സൈക്കിൾ തന്നു. I used the bicycle for 6 years. ഞാൻ അത് 6 വർഷത്തോളം കർത്താവിന്റെ വേലയിൽ ആ സൈക്കിൾ ഉപയോഗിച്ചു. Kilometers I traveled in bicycle. 75 kilometers per day. ഒരു ദിവസം 75 കിലോമീറ്റർ ഒക്കെ വരെ ഞാൻ സൈക്കിളിൽ യാത്ര ചെയ്യുമായിരുന്നു. Then the Lord promoted me to bike. അപ്പോൾ ദൈവം എന്നെ ഒരു ബൈക്ക് നൽകി, അടുത്തൊരു സ്ഥാനക്കയറ്റം നൽകി. 6 years I used the bike. 6 വർഷം ഞാൻ ആ ബൈക്ക് ഉപയോഗിച്ചു. Then the Lord gave me a very old car. അതിനുശേഷം ദൈവം എനിക്ക് വളരെ പഴഞ്ചനായ ഒരു കാർ തന്നു. I used to drive that. ആ കാറാണ് ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നത്. Slowly God promoted me. ദൈവം പയ്യെ എന്നെ ഉയർത്തുവാനായി തുടങ്ങി. Today the Lord has given me a very good vehicle. ഇപ്പോൾ ദൈവം എനിക്ക് മനോഹരമായ ഒരു വാഹനം നൽകിയിട്ടുണ്ട്. I am thankful to God for that. അതിനുവേണ്ടി ഞാൻ ദൈവത്തിന് നന്ദിയുള്ളവനാണ്. Because I can connect my today's experience with the past experience. കാരണം ഇന്നത്തെ ദൈവം തന്നിട്ടുള്ള നന്മയുടെ അനുഭവങ്ങളെ കഴിഞ്ഞ നാളുകളുടെ ഇല്ലായ്മയുടെ അനുഭവങ്ങളുമായി എനിക്ക് താരതമ്യം നടത്തുമ്പോൾ നന്ദി പറയാൻ എനിക്ക് ഒത്തിരിയുണ്ട്. Hallelujah. Hallelujah. Remember one thing, thankful people are happy people. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഓർക്കുക, നന്ദിയുള്ള ജനങ്ങൾ എല്ലായ്പ്പോഴും സന്തോഷവാന്മാരായ ജനങ്ങളായിരിക്കും. Thankless people will be always sorrowful people. നന്ദിയില്ലാത്ത ജനങ്ങൾ എല്ലായ്പ്പോഴും ദുഃഖിതന്മാരായിട്ടുള്ള വ്യക്തികളായിരിക്കും. When you thank the Lord, you are inviting joy into your heart. അതുകൊണ്ട് നന്ദി പറയുവാനായി തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സന്തോഷത്തെയാണ് സ്വീകരിക്കുന്നത്. Thankful people are healthy people. ഓ, നന്ദി പറയുന്ന ജനങ്ങൾ അവർ ആരോഗ്യവാന്മാരായ ജനങ്ങളായിരിക്കും. When you shout stotram, heavenly health is coming into your body. ഓർക്കുക, നിങ്ങൾ സ്തോത്രം നന്ദി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് സ്വർഗ്ഗത്തിലെ ആരോഗ്യത്തെ നിങ്ങൾ വിളിച്ചു കൊണ്ടുവരികയാണ്. Hallelujah. Hallelujah. Thankfulness will stop complaining spirit. ഓർക്കുക, നന്ദി പറയുവാൻ തുടങ്ങുമ്പോൾ അത് നിങ്ങളുടെ പരാതികളെ നിർത്തലാക്കിയിരിക്കും. Thankfulness creates a positive outlook in our life. അപ്പോൾ തന്നെ നന്ദി പറയുവാൻ തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കും. Paul is saying, Paulus, thank God for the inheritance you have in the Father's kingdom. ഇവിടെ പൗലോസ് പറയുകയാണ്, ഒന്നാമത്തെ കാര്യം, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അവകാശത്തിന്, വെളിച്ചത്തിന്റെ രാജ്യത്തിൽ നൽകിയിട്ടുള്ള അവകാശത്തിന് വേണ്ടി നന്ദി പറയുന്നവരായി തീരണം. Not only for the milk and sugar, ഒരിക്കലും പാലിനും പഞ്ചസാരയ്ക്കും വേണ്ടി മാത്രമല്ല, but for the inheritance you have in the heavenly kingdom. പകരം സ്വർഗ്ഗരാജ്യത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങളെ ഓർത്ത് നന്ദി പറയുന്നവരായി തീരണം. Secondly, he rescued us from the power, from the dominion of darkness. രണ്ടാമതായിട്ട് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് നമ്മെ രക്ഷിച്ചതുകൊണ്ട് നാം നന്ദി പറയണം. Come on, everybody thank the Lord. ഒരിക്കൽ കൂടെ കൈകൾ ഉയർത്തി ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞ് നന്ദി പറയുവാനായി തുടങ്ങിയാൽ, Once we had no eyesight, ഒരിക്കൽ നമുക്ക് കാഴ്ചപ്പാടില്ലായിരുന്നു. but today we have eyes to see, spiritual eyes. എന്നാൽ ഇന്ന് നോക്കുക, ആത്മീകമായ കണ്ണുകൾ ഇന്ന് നമ്മുടെ തുറന്നിരിക്കുകയാണ്, കർത്താവിനെ കാണുന്ന കണ്ണുകൾ. Thirdly, we have to praise him because he brought us into the kingdom of his son. മൂന്നാമതായിട്ട് അവൻ നമ്മെ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുന്ന നിമിത്തമായി നാം അവന് നന്ദി പറയണം. In the ancient world, പ്രാചീന കാലഘട്ടത്തിൽ if there is a battle, a war going on between two kingdoms, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ, if this kingdom is winning, ഇപ്പോഴത്തെ ഇവിടെ നിൽക്കുന്ന രാജ്യമാണ് ജയിച്ചതെങ്കിൽ, they will make all the people here captives and they will take them as captives to this land. ഇപ്പോൾ തോറ്റ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളെയും രാജാവിനെ വസ്തുവകളെ മുഴുവൻ അവരുടെ രാജ്യത്തിലേക്ക് കൊണ്ടുപോയി അവരെ അടിമകളാക്കി വെക്കും.
Jesus did the same thing. യേശു കർത്താവ് ഇതേ കാര്യമാണ് He ചെയ്തത്. came into this world. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. He captured us from the kingdom of darkness. ഇപ്പോൾ നോക്കുക, ആ ഇരുട്ടിന്റെ രാജ്യത്തിന്റെ അടിമത്തത്തിലായിരുന്ന നമ്മെ അവൻ പിടിച്ചടക്കി. Usually when people are caught, they become captives. സാധാരണയായിട്ട് ഇവിടെ പിടിച്ചെടുക്കി കഴിയുമ്പോൾ സാധാരണ പിടിച്ചെടുക്കപ്പെട്ട ജനങ്ങൾ അടിമകളാവുകയാണ് ചെയ്യുന്നത്. But here he took the captives and set them free. എന്നാൽ നോക്കുക, ഇവിടെ ഇരുട്ടിന്റെ സാമ്രാജ്യത്തിന് കീഴിലായിരുന്ന ജനങ്ങളെ, പീഡിക്കപ്പെട്ടിരുന്ന ജനങ്ങളെ, തടവുള്ളികളെ അവൻ പിടിച്ചെടുത്ത് തന്റെ രാജ്യത്തിൽ കൊണ്ടുവന്ന് സ്വതന്ത്രന്മാരാക്കി. If you have a tongue, offer thanksgiving to the Father. നിങ്ങൾക്കൊരു നാവുണ്ടെങ്കിൽ ഇവിടെയാണ് കൈകൾ ഉയർത്തി, നാവ് ഉയർത്തി യേശുവിന് ഹല്ലേലൂയ പറയേണ്ടത്. He deported us from the devil's kingdom and he established us in the divine kingdom. നോക്കുക, സാത്താന്റെ അധികാരത്തിന്റെ രാജ്യത്തിൽ നിന്ന് അവൻ നമ്മെ പിടിച്ചെടുത്ത് അവന്റെ ജീവന്റെ അഥവാ വെളിച്ചത്തിന്റെ രാജ്യത്തിൽ കൊണ്ടുപോയി നമ്മെ സ്ഥാപിച്ചിരിക്കുകയാണ്. Usually when people are caught, they are counted as losers and victims. ഏതെങ്കിലും ഒരു രാജ്യത്തിൽ നിന്ന് അവിടെയുള്ള ജനങ്ങൾ പിടിച്ചെടുക്കപ്പെട്ടാൽ സാധാരണ തോൽക്കപ്പെട്ടവർ, അടിമത്തത്തിലായവർ എന്നാണ് പറയപ്പെടുന്നത്. But he made us winners and victors. എന്നാൽ യേശു കർത്താവ് ഇപ്പോൾ നോക്കൂ, പിടിച്ചെടുക്കപ്പെട്ട നമ്മെ അവന്റെ രാജ്യത്തിൽ കൊണ്ടുപോയി നിർത്തി നമ്മെ ജയാളികളാക്കി, നമ്മെ വിജയികളാക്കി അവൻ തീർത്തിരിക്കുകയാണ്. Then he says, thank him because of the forgiveness of sins. അതുകൊണ്ട് പൗലോസ് പറയുന്നു, അവന്റെ പാപക്ഷമയ്ക്ക് വേണ്ടി നന്ദി പറയുക. How many of you are ready to thank the Lord? എത്ര പേർ കൈകൾ ഉയർത്തിയിട്ട് യേശുവിന് നന്ദി പറയാനായിട്ട് ഇവിടെയുണ്ട്? ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വടകര ഡിസംബർ 18 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ വടകര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഷൊർണൂർ ഡിസംബർ 19 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മയിൽ വാഹനം ഓഡിറ്റോറിയം, ഷൊർണൂർ. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മദ്യപാനം നിമിത്തമായി വലിയ പ്രശ്നങ്ങളിലൂടെ പോകുന്ന കുടുംബങ്ങൾ, അതിനകത്തുള്ള ചില വ്യക്തികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് ദൈവികമായ സമാധാനം വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനികളായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ നിന്ന് മദ്യപാനത്തിൻ്റെ ആസക്തി അവരിപ്പോൾ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമൂഹങ്ങളിൽ വലിയ ചലനങ്ങൾ ഈ സമയത്ത് സംഭവിക്കട്ടെ. കുടുംബങ്ങളിൽ മാറ്റങ്ങൾ ഈ സമയത്ത് വന്നു ചേരട്ടെ. ഒരു കുടുംബത്തിൽ തന്നെ ഒത്തിരി പേർ, അപ്പൻ, മക്കൾ, ആൺമക്കൾ, മരുമക്കൾ തുടങ്ങി ഒത്തിരി പേർ ഒരു കുടുംബത്തിൽ മദ്യപാനികളായി തീർന്ന നിമിത്തമായി ഭാരപ്പെടുന്ന ഒരു ഭവനത്തിലെ 4-5 സ്ത്രീകൾ, കർത്താവ് ഒരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. നിങ്ങളുടെ കണ്ണുനീരിനു വേണ്ടി കർത്താവ് ഒരു അത്ഭുതം അവിടെ ചെയ്യാൻ പോകുകയാണ്. കർത്താവെ, ഒരത്ഭുതം ഈ സമയത്ത് മദ്യപാനികളായിട്ടുള്ള ഭവനങ്ങളിൽ, അവരുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനികൾ മദ്യപാനം വിട്ട് ഒഴിയട്ടെ കർത്താവെ. താങ്ക് യു ജീസസ്. നിർത്തുവാൻ സാധിക്കാത്ത പുകവലി ഈ സമയത്ത് മാറിപ്പോവുകയാണ്. നിങ്ങൾക്ക് നിർത്താൻ സാധിക്കുന്നില്ല, പക്ഷേ യേശുവിൻ്റെ അത്ഭുതകരമായ കരനിമിത്തം അത് സംഭവിക്കുകയാണ്. താങ്ക് യു ലോർഡ്. കണ്ണിന് ചില പ്രശ്നമുള്ള രോഗികൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്തരം ചില രോഗികൾ ഈ സമയത്ത് ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മൂക്കിനകത്ത് ദശ വളരുന്ന ചില അസുഖം, കർത്താവ് ഈ സമയത്ത് സൗഖ്യമാകട്ടെ. ശ്വാസം ശരിയായ രീതിയിൽ എടുക്കുവാനായി ഈ സമയത്ത് കർത്താവിൻ്റെ കരം പ്രവർത്തിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ നടക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു. യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ നടക്കാനായി തുടങ്ങിയാലും യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ കരം ഇപ്പോൾ ആ വ്യക്തിയുടെ മേൽ വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ബ്രോങ്കൈറ്റിസ് ഈ സമയത്ത് സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അതുപോലെ തന്നെ രക്തത്തിൽ ചില ബാക്ടീരിയകളുടെ ഇൻഫെക്ഷൻ യേശുവിൻ്റെ നാമത്തിൽ
ഇപ്പോൾ തന്നെ അത് സൗഖ്യമാകുകയാണ്. യൂറിനറി ഇൻഫെക്ഷനുകൾ ഈ സമയത്ത് മാറിപ്പോവുകയാണ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കണ്ണിലിങ്ങനെ ഇരുട്ട് കയറുന്നത് പോലെ പ്രശ്നമുള്ള, എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എല്ലായ്പ്പോഴും ഇങ്ങനെ ഇരുട്ട് കയറുന്നത് പോലെ പ്രശ്നമുള്ള, ചില സമയത്ത് നിങ്ങൾക്ക് തല ചുറ്റുന്നുണ്ട്. ഈ സമയത്ത് ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ പ്രധാന പ്രശ്നം, നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ വീണു പോകുന്നത് പോലെ, നിങ്ങൾക്ക് ബാലൻസ് കിട്ടാത്തതുപോലെ പ്രശ്നമുണ്ട്. ഈ സമയത്ത് ആ വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് രോഗമാണെങ്കിലും ഈ സമയത്ത് കർത്താവെ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ വിശ്വസിക്കുന്നു. യേശുവിൻ്റെ നാമത്താൽ ഇപ്പോൾ തന്നെ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ സംഭവിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയതിനായി നന്ദി. അങ്ങയുടെ കരം നീട്ടിയതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് വീക്ഷിച്ചതിന് പ്രത്യേകമായി നന്ദി. എല്ലാ പ്രേക്ഷകരോടും അറിയിക്കുകയാണ്, ഈ ആഴ്ചയിലെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് ഈ വെള്ളിയാഴ്ച ഞാൻ ഇന്നലെ സൂചിപ്പിച്ച സ്ഥലം തന്നെയാണ്. വീണ്ടും നിങ്ങൾ അതിൻ്റെ അനൗൺസ്മെൻറ്റുകൾ കേൾക്കും. അതുപോലെ തന്നെ ശനിയാഴ്ചയും. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ പ്രത്യേകമായി ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ തന്നെ ഈ എപ്പിസോഡുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീർന്നെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കി തീർക്കുവാനായി നിങ്ങൾ മറക്കരുത്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 0484442200 എന്ന് പറയുന്ന നമ്പറിലേക്ക് ദയവായി വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി 0484442221 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങളുടെ പ്രത്യേകമായ അനുഭവങ്ങൾ ദയവായി ഞങ്ങൾ എഴുതി അറിയിക്കുക. ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വന്ന് അത് ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.